രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. ഒന്ന്, ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് വേഗം പോയിട്ട് ചെക്കപ്പ് എടുക്കും. രണ്ടാമത്തെ കൂട്ടർ എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും ആശുപത്രിയിലും പോവില്ല, ഡോക്ടറെയും കാണിക്കില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ. എന്ന് വെച്ചാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള 4 പ്രധാന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾക്ക് എത്ര മടി തോന്നിയാലും, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ കാണാം, വേണമെങ്കിൽ ഒരു ഹാർട്ട് ചെക്കപ്പ് ചെയ്യും. ഈ 4 ലക്ഷണങ്ങൾ അവഗണിച്ചാൽ ചില ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഹൃദയത്തിന്റെ പമ്പിങ് കുറയാൻ സാധ്യതയുണ്ട്. മറ്റു ചിലർക്ക് കുഴഞ്ഞു വീണുള്ള മരണവും സംഭവിക്കാൻ സാധ്യത. ലക്ഷണങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അറിയാത്തവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കും. ഈ ലക്ഷണങ്ങൾ നമ്മൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ തീർച്ചയായിട്ടും വലിയ അപകടം. ഒന്നാമത്തെ ലക്ഷണം ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ അവർക്ക് കാലിൽ നീരുണ്ടാവുകയും ചെയ്യും, ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, പ്രത്യേകിച്ച് രാത്രി സമയത്ത് ശ്വാസത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇത് പലപ്പോഴും ഹാർട്ടിന്റെ പമ്പിങ് ശക്തി കുറയുന്നതിന്റെ ലക്ഷണമാണ്. ഇത് ഹാർട്ട് ഫെയിലിയറിന്റെ ഒരു മുന്നോടിയായിട്ട് പലപ്പോഴും ഞങ്ങൾ കാണാറുണ്ട്. കറക്റ്റ് സമയത്ത് ഇങ്ങനെയുള്ള വ്യക്തികൾ എക്കോ ടെസ്റ്റ് എടുത്ത് നോക്കണം ഹാർട്ടിന്റെ പമ്പിങ്. രണ്ടാമത്തെ ലക്ഷണം നടന്നു പോകുമ്പോഴേ, കയറ്റം കയറുമ്പോഴേ, സ്പീഡിൽ നടക്കുമ്പോൾ, ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം നടക്കുമ്പോഴേ നെഞ്ചിലോ കഴുത്തിലോ ബാക്കിലോ കയ്യിലോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അസ്വസ്ഥത വരുന്നുണ്ട്. അത് ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം 70% കുറഞ്ഞതിന്റെ കൃത്യമായ ലക്ഷണമാണ്. ഇതിന് അഞ്ജൈന എന്ന് പറയും. ഇത് കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ അറ്റാക്ക് വരാനുള്ള സാധ്യതയാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിന്റെ പേരാണ് ത്രെഡ്മിൽ ടെസ്റ്റ്. ഇത് ECGയിലോ എക്കോ ടെസ്റ്റിലോ കാണില്ല. മൂന്നാമത്തെ ലക്ഷണം മിടിപ്പ് സംബന്ധമായിട്ടാണ്. ചില ആളുകൾക്ക് ഹൃദയത്തിന്റെ മിടിപ്പ് വല്ലാതെ കൂടും. എപ്പോഴാണ് കൂടുക? വെറുതെ ഇരിക്കുമ്പോൾ കൂടുക. കാരണം നമ്മൾ ഓടുന്ന സമയത്തും ആയാസപ്പെടുമ്പോഴൊക്കെ നോർമൽ ആളുകൾക്ക് തന്നെ ഹൃദയമിടിപ്പ് കൂടാം. ഇത് അങ്ങനെയല്ല. വെറുതെ ഇരിക്കുമ്പോൾ, ടെൻഷൻ ഇല്ലാത്ത സമയത്ത് ഹൃദയമിടിപ്പ് കുറേ നേരത്തേക്ക് പടപടാടിക്കും. ചിലപ്പോൾ 1 മിനിറ്റ് നേരത്തേക്കൊക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ താനെ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആവും. പിന്നെ അതിന്റെ ശല്യം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചിലർക്ക് ആഴ്ചയിൽ വരും, ചിലർക്ക് മാസത്തിൽ. ഇത് ഹൃദയത്തിലെ അരിത്മിയ അസുഖങ്ങളുടെ ഒരു പ്രധാന ലക്ഷണം. കറക്റ്റ് സമയത്ത് അരിത്മിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് കുഴഞ്ഞു വീണുള്ള മരണം വരെ സംഭവിക്കാൻ സാധിക്കും. ഇതെങ്ങനെ ടെസ്റ്റിൽ കണ്ടുപിടിക്കാം? മിടിപ്പ് വരുന്ന സമയത്ത് വേഗം പോയിട്ടൊരു ECG. അതല്ലെങ്കിൽ ഹോൾട്ടർ എന്ന് പറയുന്ന മിടിപ്പ് നോക്കുന്ന ഒരു ടെസ്റ്റ് കണക്ട് ചെയ്ത്. നാലാമത്തെ ലക്ഷണം കിതപ്പ് തന്നെയാണ്. പക്ഷെ കിതപ്പിന്റെ കൂടെ നല്ല ക്ഷീണം. കുറച്ച് ദൂരം നടക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്ക് കിതക്കുകയും ചെയ്യും, ക്ഷീണം വരികയും ചെയ്യും. ഇത് ഹൃദയത്തിന്റെ പമ്പിങ് കുറയുന്നതിന്റെ ഒരു പ്രധാന ലക്ഷണം, ഹാർട്ട് ഫെയിലിയറിന്റെ ലക്ഷണമാണ്. ഇങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും എക്കോ ടെസ്റ്റ് ചെയ്യേണ്ടതായി. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഹൃദയ പാരമ്പര്യമോ പുകവലിയോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വരാൻ സാധ്യത കൂടുതൽ എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.